ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അതായത് കുറേ പേര് ഇന്നലെ മുതൽ കമൻ്റ് ഇടുന്നുണ്ട്, ഒരുപക്ഷെ സിബിൻ സീക്രട്ട് റൂമിൽ പോയാലോ. ആക്ച്വലി ഓരോ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ സീക്രട്ട് റൂമിലായിരിക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരം ഫോട്ടോകൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് അത് കയറ്റി വിടാറുണ്ട്. അതൊക്കെ ഒരു ഒരു സാധ്യതകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ മാത്രമാണ്. പക്ഷേ സിബിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം സിബിൻ ഒരുപക്ഷെ സീക്രട്ട് റൂമിലാണെങ്കിൽ അത് അൺഫെയർ ആയിട്ട് മാറുകയുള്ളൂ. കാരണം ഓൾറെഡി ഗെയിം ഷോ കണ്ടുവന്ന ഒരാളാണ്. അങ്ങനെ കണ്ടുവന്ന് പകുതിയിൽ വൈൽഡ് കാർഡായിട്ട് കയറിയ ഒരാൾ പെട്ടെന്ന് വീണ്ടും സീക്രട്ട് റൂമിലേക്ക് കൂടി പോകേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഒരു 60-70 എപ്പിസോഡൊക്കെ ആയിട്ടാണെങ്കിൽ കൂടി പിന്നെ ഓക്കെയാണ്. മാത്രമല്ല ഈ സെറ്റിൽ സീക്രട്ട് റൂം ഉണ്ടോ എന്നും സംശയമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഈ സമയത്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യം വരുന്നില്ല. എന്തെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല ഇത്. മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിനെ തുടർന്നുണ്ടായ ഒരു മാനസിക സംഘർഷങ്ങളാണ് പുള്ളിയെ ക്വിറ്റ് ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് കൺഫഷൻ റൂമിലെ ടോക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇനി പുള്ളിയെ ഒരു സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് അവിടെ ഒരു ഹെഡ്സെറ്റും ഒരു ടി വിയൊക്കെ കൊടുത്തിരുത്താനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ ഒരു റൂമിലേക്ക് മാറ്റാം, ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അറിയില്ല കേട്ടോ, തിരിച്ചു വരാം. മേ ബി മണിക്കുട്ടനെയൊക്കെ കൊണ്ടുവന്നതുമായിട്ടൊക്കെ ഒത്തിരി പേര് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മണിക്കുട്ടനെയൊക്കെ ഫസ്റ്റ് ഡേ തൊട്ട് അവിടെ നിൽക്കുന്ന ആളാണ്. അതേ സമയത്ത് ഇപ്പോൾ സിബിനാണെങ്കിൽ വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അതിനിടയിൽ പുള്ളി ക്വിറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ പുള്ളിയെ വീണ്ടും കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. നല്ല ഗെയിമറാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഗെയിമറാണ്. പക്ഷെ അത് മറ്റ് കണ്ടസ്റ്റൻസിനോട് ഫസ്റ്റ് ഡേ തൊട്ട് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് ചിലപ്പോൾ മാറാം. അങ്ങനെ കൊണ്ടുവന്നാൽ പുള്ളി പോവാതിരിക്കുകയാണെങ്കിൽ വിന്നർ വരെ ആകാനുള്ള സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റാണ്. പോവുകയാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെയും വന്നൊരു പരീക്ഷണത്തിന് നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും സീക്രട്ട് റൂമിലാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. മേ ബി അങ്ങനെ ആകാതിരിക്കാം. പക്ഷേ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരാൾ ക്വിറ്റ് ചെയ്ത് പോകുമ്പോൾ അയാളെ പിടിച്ച് പിന്നെ ഹെഡ്സെറ്റും കൊടുത്ത് സീക്രട്ട് റൂമിൽ ഇരുത്തുന്നത് ശരിയല്ല. പിന്നെ നമുക്ക് നോക്കാം, മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഏത് ലെവൽ വരെ പോകുന്നത് നമുക്കിപ്പോഴും അറിയില്ല. ലെറ്റ്സ് സീ.